സിനിമ താരം ജലജ കൂടി ചേരുകയാണ്. ശ്രീമതി ജലജ, നടൻ ശ്രീനിവാസൻ അന്തരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗ വാർത്ത നമുക്ക് പറയുന്നതിനോ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനോ ഒക്കെ അപ്പുറമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടമാണ്. ഇത്രയും കഴിവുള്ളൊരു നടൻ മാത്രമല്ല, ഒരു മനുഷ്യസ്നേഹി, അങ്ങനെ എല്ലാ തരത്തിലും നോക്കുവാണെങ്കിലും ഒരു വലിയ നഷ്ടം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. എന്ന് വെച്ചാൽ ഞാൻ കുറേ പടങ്ങൾ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു വർക്ക് ചെയ്യാനാണെങ്കിലും നല്ല തമാശയും ഒക്കെ ആയിട്ട് ആ സെറ്റ് എപ്പോഴും ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് എനിക്ക് വേറെ എന്താ പറയാൻ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കുടുംബത്തിലെ എല്ലാവർക്കും ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പമുള്ള ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു രംഗചിത്രീകരണത്തിലൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹവുമായുള്ള ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇടപെടലൊക്കെ? വളരെ ഹെൽപ്ഫുള്ളും വളരെ സപ്പോർട്ടീവുമായിട്ട്, അതായത് നമുക്ക് നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ യവനിക അങ്ങനെയുള്ള കുറേ സിനിമകൾ ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോഴേ ഐ എം ലൈക്ക് ഏതാ എടുത്ത് പറയേണ്ടതെന്ന് പറയാൻ പറ്റുന്നില്ല. കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഏത് സിനിമയിലാണെങ്കിലും കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകം ഒരെണ്ണം പറയാനുള്ളതെന്ന് പറയുന്നത് മണ്ടന്മാർ ലണ്ടനിൽ. അതാണെങ്കിൽ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ലണ്ടനിൽ പോയപ്പോഴത്തേക്കും അഭിനയിച്ചതാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നിൽക്കുമ്പം എല്ലാവരും ഇംപ്രൊവൈസ് ചെയ്യുവാണെങ്കിലും എല്ലാത്തിനും നമ്മുടെ എല്ലാവരും ആ ടീമിലെ എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീനിയേട്ടൻ ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു നമുക്ക് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഒരു സജഷൻ പറയാനോ എപ്പോഴും അങ്ങനെ ഒരു പേഴ്സൺ ആയിരുന്നു അദ്ദേഹം. ഇതുപോലെ തന്നെ മറ്റേ യവനികയിലും ശ്രീനിയേട്ടനുണ്ടല്ലോ. അപ്പോൾ അതിലാണെങ്കിലും നമ്മൾ നാടകത്തിന് പോകുന്നു, ബസ്സിലിരിക്കുന്നു, അപ്പോൾ തമാശ പറയലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊരു ഷൂട്ടിങ്ങിൻ്റെ അല്ല ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് പോകണു, അങ്ങനെയുള്ളൊരു വൈബാണ് ഉണ്ടായിട്ടുള്ളത്. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഒരു ഫംഗ്ഷൻ വെച്ചാൽ ചേട്ടനെ ലാസ്റ്റ് കണ്ടത്. അപ്പം ലൈക്ക് ഇങ്ങനെ വെയ്യാണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കും കാണാൻ പറ്റിയിട്ടില്ല. സോ അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു വേദനയുള്ള കാര്യമാണ്. ശ്രീമതി ജലജ, അദ്ദേഹത്തിൻ്റെതായ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ എക്കാലവും കാണാൻ ആഗ്രഹിക്കുന്ന, അതായത് ഓരോ സിനിമയിൽ കാണുന്ന ആ കഥാപാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ അതല്ല മറ്റൊരു കഥാപാത്രത്തിൽ കാണാൻ സാധിക്കുക. ശരാശരി മലയാളിയുടെ എല്ലാ ആംഗ്യ സംസാര വിക്ഷേപങ്ങളെല്ലാം ഉള്ള ഒരു കഥാപാത്രങ്ങൾ, ഒരു വെറൈറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഓരോ കഥാപാത്രവും സക്സസ് ആയതുപോലും. ശ്രീമതി ജലജയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ മനസ്സിലിപ്പോൾ പെട്ടെന്ന് ഓടി വരുന്നത് ഉദയനാന്ന താരം. അതിലെ ലൈക്ക് ആ ഒരു വേഷം തന്നെ എത്രത്തോളം മനോഹരമായിട്ട്. ഇതല്ലാതെ തന്നെ സത്യേട്ടൻ്റെ കുറേ പടങ്ങളുണ്ട് നമ്മൾ നാടോടിക്കാറ്റ്. അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഡയലോഗൊക്കെ പറയുകയാണെങ്കിൽ പറയും, ഒരെണ്ണം ഉണ്ടല്ലോ ദാസ എന്ന് പറഞ്ഞിട്ട്, നാടോടിക്കാറ്റ്, പഠനപ്രവേശം. പക്ഷെ അങ്ങനെയുള്ള എല്ലാ സിനിമകളും ഒന്നും എന്നല്ലാതെ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇപ്പം സത്യൻ സാറിൻ്റെ പടത്തിൽ ലാലേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ ആണെങ്കിലും ഏതൊരു പടമാണെങ്കിലും നമുക്കിപ്പം ഒന്നെന്ന് പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് കുറേ പടങ്ങൾ, കുറേ കഥാപാത്രങ്ങൾ ഒന്നൊന്നിനും മെച്ചം എന്നല്ലാതെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. പിന്നെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു ഇപ്പം പടത്തിൻ്റെ പേര് ഞാനിങ്ങനെ ജയറാമും ശ്രീനിയേട്ടനും എനിക്കൊന്ന് ശങ്കരാടി സാറാന്ന് തോന്നുന്നു അച്ഛനായിട്ടുള്ളത് ഒരു സന്ദേശം എന്ന സിനിമയായിരിക്കും. സന്ദേശം എന്ന സിനിമ പക്ഷേ എക്കാലത്തും അത് ഈ പറഞ്ഞ പോലെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇവരെല്ലാവരും, അപ്പോൾ അതിൽ ശ്രീനിയേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും എല്ലാം ഒരു ഭയങ്കര നാച്ചുറലായിട്ട് ഒന്നും നമുക്ക് ഒരു അഭിനയിക്കുന്നു എന്ന് നമുക്കൊരിക്കലും തോന്നാറില്ല. അത്ര തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹം ഓരോ കഥാപാത്രങ്ങൾ ജീവിക്കുമായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പം നമുക്കതൊരു ലോസ് എന്ന് പറയുന്നത് ഇപ്പം അതങ്ങോട്ട് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക, പക്ഷെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. ഇതല്ലേ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ആ കുടുംബത്തിന് ഞാൻ എൻ്റെ പ്രണാമം, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ദൈവം അവർക്ക് സ്ട്രെങ്ത് കൊടുക്കട്ടെ ഈ ലോസ് ബെയർ ചെയ്യാനായിട്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.
പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമാക്കാരൻ മാത്രമല്ലല്ലോ ഒരു കൃഷിക്കാരൻ, അങ്ങനെയുള്ളൊരു മേഖലയിലേക്കും തിരിഞ്ഞു. അപ്പം ലൈക്ക് എൻവയോൺമെന്റിന് വേണ്ടി എല്ലാ കാര്യത്തിലും ഒരു ശുഷ്കാന്തിയും സൂക്ഷ്മതയും ഉള്ളൊരു മനുഷ്യനാണ്. സോ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു നികത്താൻ പറ്റാത്ത നഷ്ടം തന്നെയാണ്. മലയാളം സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണത്.